എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു നടനാവുക എന്നുള്ളത്. ഒരു പടത്തിൻ്റെ പൂജയിൽ അയാൾ എന്നെ വിളിച്ചു, ആ പ്രൊഡ്യൂസർ കം ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഈ പടത്തിൽ ഉത്പൽജീനെ വെക്കാനുള്ള കാരണം എന്തായിരുന്നു, അതിന് മുമ്പേ വേറൊരു പടം ചെയ്തതിൽ കാശ് തന്നില്ലേ, വെക്കാനുള്ള കാരണം പ്രശ്നമില്ല. സത്യം അതാണ്. ചിലതൊന്നും നമുക്ക് കാശേ കിട്ടാത്ത ഒരു പടം ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ 7,000 രൂപ തന്നിട്ട് ഒരു പടം ചെയ്തൊരു പടമുണ്ട്. ആ പടത്തിൻ്റെ പേര് പറയില്ല. ഒരു കംപ്ലൈൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്താ പറഞ്ഞാൽ അടുത്ത പടം നമുക്ക് ഉണ്ടാവില്ല. പിന്നെ അതൊരു വലിയൊരു പബ്ലിസിറ്റി ആവും. അവസാനം നമുക്ക് മൊത്തത്തിൽ പടം പോവും. അപ്പോൾ വിജയകാന്ത് സാറ് വന്ന് എന്നെ കണ്ടു. അപ്പോൾ അയാൾക്ക് ഏകദേശം കാര്യം പിടികിട്ടി. ഇയാൾ ഉറങ്ങിയില്ല. എന്നോട് ചോദിച്ചു, ക്യാമറ എത്ര ദിവസമായി പറയും. ഞാൻ പറഞ്ഞു, ഒരു 6 ദിവസമായി സാറേ. അപ്പോൾ പ്രൊഡ്യൂസറോട് പറഞ്ഞു, ക്യാമറമാൻ ഉറങ്ങാതെ ഇനി ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ല, അയാളും മനുഷ്യനല്ലേ, ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഇയാൾ പറഞ്ഞു, ഈ ഷൂട്ടിങ്ങിന് വരുന്ന ചിലവ് എത്ര വരുന്നുണ്ടെന്ന് അത് എൻ്റെ അക്കൗണ്ടിൽ എഴുതിക്കോളൂ. മലയാളത്തിൽ ആരെങ്കിലും പറയൂ? മലയാളത്തിൽ ഒരു ആർട്ടിസ്റ്റും പറയില്ല. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ബോഹോ മീഡിയ. സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉറക്കം ലഭിക്കാത്ത ടെക്നീഷ്യൻസ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ, സിനിമാറ്റോഗ്രാഫേഴ്സ്. അങ്ങനെ ഒരു വ്യക്തി ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ച് സിനിമയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത്, ഉൽപ്പൽ വി നായനാർ. വെൽക്കം ടു ബോഹോ മീഡിയ. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖമാണോ? സുഖം. കറൻ്റ്ലി ഉള്ള വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു സർ? കറൻ്റ്ലി ഇപ്പോൾ ഒരു തമിഴ് സബ്ജക്റ്റ് ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കന്നഡ സിനിമ, ഡയറക്ടർ ചിന്ന, കാസർഗോഡുള്ള ആളാണ്. എൻ്റെ നാട് കാസർഗോഡ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പേ ഞാനൊരു കൊങ്കണി പടം ചെയ്തിരുന്നു. അത് കർണാടക സർക്കാരിൻ്റെ ഒരു അവാർഡെല്ലാം കിട്ടിയൊരു പടമാണ്. അതുമാതിരി ഇപ്പോൾ ഒരു കന്നഡ പടത്തിൻ്റെ പ്ലാനിലാണ്, തമിഴ് പടം എല്ലാം ഡിസ്കഷനിലാണ്. ഈ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിനിമ ഫീൽഡിലേക്കുള്ള ഒരു ആഗ്രഹം വരുമല്ലോ. നമുക്ക് എന്തായാലും ചുമ്മാ ഒരാൾ സിനിമയിലേക്ക് വരില്ല. ഒരു ആഗ്രഹം ജനിക്കണത് എപ്പം തൊട്ടാണ്? എൻ്റെ തുടക്കമെല്ലാം ഗ്രാമത്തിലാണ്. അവിടുന്ന് ഈ ചുരുങ്ങിയത് ഒരു 6-7 കിലോമീറ്റർ നടന്ന് വേണം, അന്നൊന്നും ബസ്സൊന്നുമില്ലല്ലോ, നടന്നു വേണം തിയേറ്ററിൽ പോകാൻ. അപ്പോൾ തിയേറ്ററിലിരുന്ന് പടം കണ്ടു കഴിയുമ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം നസീറിനെ പോലെ ആണെന്ന്, ആളാണെന്ന് അഭിനയമായിരുന്നു ഏറ്റവും വലിയ. അത് എൻ്റെത് മാത്രമല്ല, ഏകദേശം സിനിമയിൽ വരുന്ന എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെ. കുറേ ആൾ സിനിമയിൽ ചാൻസ് ചോദിച്ചു, സാറേ ഒരു അഭിനയിക്കാൻ ചാൻസ്. അത് കിട്ടിയില്ലേ മാത്രമേ അടുത്തത് വേണ്ടൂ. അത് കിട്ടിയില്ലേ അസിസ്റ്റന്റ് ഡയറക്ടർ ആവണം. എങ്ങനെയെങ്കിലും സിനിമയിൽ കയറി പറ്റണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാത്രമേ വരുള്ളൂ. അപ്പം അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു നടനാവുക എന്നുള്ളത്. ഒരു സിനിമയും ഞാൻ വിടൂല. പണ്ട് MGR സിനിമ, ജയശങ്കർത്. പക്ഷേ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ആ ജയശങ്കർ എന്നെല്ലാം പറഞ്ഞ CD ശങ്കർ എന്നെല്ലാം പറയുന്ന സിനിമയെല്ലാം ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം ഫൈറ്റെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഫൈറ്റ് ഈ തിയേറ്റർ വിട്ട് വരുന്ന സമയത്ത് ഞാനും എൻ്റെ സുഹൃത്തുക്കളുണ്ടാവും, ഇവരെല്ലാം കൂടി ഈ പൂഴി മണലിൽ അതേമാതിരി ഫൈറ്റ് അഭിനയിക്കുക. അതിൽ നിന്ന് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. നടക്കില്ല എന്നറിയാം, കാസർഗോഡുകാരന് ഇവിടെ സിനിമയൊന്നും ഒരിക്കലും ജീവിതത്തിൽ സ്വപ്നം കാണാൻ പറ്റാത്തതാണ്. പക്ഷേ എൻ്റെ ബ്രദർ ആ സമയത്ത് ആഡ് ഫിലിംസ് എല്ലാം ചെയ്തുകൊണ്ടായിരുന്നു, കുറേ ആഡ് ഫിലിംസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആഡ് ഫിലിംസിൻ്റെ അതായിരിക്കാം ചില സമയം എനിക്കൊരു പ്രചോദനമായിട്ട് വന്ന് എൻ്റെ ബ്രദർ എന്നെ നാട്ടിൽ തെണ്ടി നടക്കുന്ന സമയത്ത് എന്നെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. അപ്പോഴും എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഒരു നടൻ തന്നെ. അപ്പോൾ ഭയങ്കര ഗ്ലാമറാക്കും. ആ സമയത്തെല്ലാം ഭയങ്കര എൻ്റെ ഹെയറെല്ലാം വല്ലാത്ത നല്ല അമിതാഭ് ബച്ചൻ്റെ സ്റ്റൈലായിരുന്നു. അമിതാഭ് ബച്ചൻ്റെ ഒരു ആരാധകൻ കൂടിയായിരുന്നു. ആ ഒരു സ്റ്റൈല്, എൻ്റെ ഹെയറെല്ലാം പഴയ സ്റ്റില്ലെല്ലാം കണ്ടു കഴിഞ്ഞാൽ തോന്നും. അപ്പോൾ ഈ അഭിനയിക്കുക എന്നുള്ളത് ഫസ്റ്റ് പടം എൻ്റെ ബ്രദർ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പടം ഉണ്ടായിരുന്നു, വയൽ എന്ന് പറയുന്ന ഒരു പടം. വയൽ അത് ഡയറക്റ്റ് ചെയ്ത് ആരും ഓർമ്മയില്ല, MG സോമനായിരുന്നു അഭിനയിച്ച്. അപ്പോൾ എന്നെ ആദ്യത്തെ ഷൂട്ടിംഗ് കാണുന്നത് അത് തന്നെ അരുണാചലം സ്റ്റുഡിയോയിൽ എന്നെ കൊണ്ടുപോയി. അപ്പോൾ അതിലൊരു സോങ്ങിൽ കുറേ ആൾക്കാർ വേണം.
ആൾക്കാർ വരുമ്പോൾ നമ്മൾ എണ്ണത്തിൽ ഞാനും ഒരാളായി ഓ അവിടെ നിന്നു. ഇങ്ങനെ ഒരു സോങ് ഷൂട്ട് ചെയ്യുന്നതാണ്, ഒരു കാവടി സോങ്ങാണ്. ആ അപ്പോൾ അതിൽ ഞാൻ നിന്ന് എൻ്റെ ഒരു ഷോട്ട് 2 ഷോട്ടിലെ മറ്റോ വന്നിട്ടുണ്ട്. അത് ചില സീനിൽ 2-3 ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ഞാൻ അതിൽ 2 ഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ട് 2 ഉണ്ട്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ തുടക്കം. ഓക്കെ. പിന്നെ ചില ബ്രദറിൻ്റെ തന്നെ ഈ ആഡ് ഫിലിംസിൽ ഞാൻ കുറേ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടാണ്. ഡയലോഗ് വന്നാൽ പറയാൻ പറ്റില്ല, കഷ്ടമാണ്. എന്താ പറയുക, മനപ്പാടാക്കി പറയാറുന്ന കഷ്ടം. അല്ല, അഭിനയം, ഈ ഡയലോഗ്, കഷ്ടപ്പാട് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം ഈ അഭിനയത്തിനോടുള്ള പ്രിയം കൊണ്ട് സിനിമയിലേക്ക് വന്നു എന്ന് പറയുന്നു. അതെ. സിനിമറ്റോഗ്രാഫി, ക്യാമറ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്ടം വന്നത് ഇപ്പം? ഇഷ്ടം വന്ന് അതും ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. പണ്ട് ബാലമഹേന്ദ്രൻ്റെ എല്ലാം പടം കാണുന്ന സമയത്തെല്ലാം ഫോട്ടോഗ്രാഫി സത്യത്തിൽ എന്നെ ഭയങ്കരമായിട്ട് ഒരു ആകർഷിച്ച ഒരു സംഭവമാണ്. പിന്നെ എൻ്റെ മനസ്സിൽ ഏറ്റവും അധികം ബാലമഹേന്ദ്രൻ്റെ പടം, പിന്നെ വിപിൻ ദാസ് സാറിൻ്റെ പടം. അദ്ദേഹം ഒരു നാനയിലൊരു ഫുൾ പേജ് മറ്റോ വന്നിരുന്നു, അവാർഡ് മേടിക്കുന്ന ഇത്. അതെല്ലാം എനിക്ക് ഭയങ്കര പ്രചോദനമായിരുന്നു. ഈശ്വര, നമുക്കും അങ്ങനെ ഒന്ന് അതെല്ലാം ആഗ്രഹിക്കാനല്ലോ പറ്റും. പിന്നെ ഞാൻ അത് കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നുണ്ട് ചിലതെല്ലാം ഈ ക്യാമറയിലേക്ക് വരാനുള്ള കാരണം ഇത് തന്നെ ആയിരിക്കും തോന്നുന്നുണ്ട്. ജനിച്ചതും വളർന്നതും ഒക്കെ ഈ കാസർഗോഡ് എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് ജനിച്ചതും വളർന്നതും ഒക്കെ കാസർഗോഡ് തന്നെ. അതെ അതെ. ഇപ്പം താമസിക്കുന്ന എറണാകുളത്ത്. വീട്ടില് ആരൊക്കെയാണ്? ഫാമിലി? ഒരു ഭാര്യ, ഒരു മകൻ, ഒരു മകൾ. എല്ലാരും ഓരോരുത്തരേ ഉള്ളൂ. മകന് മകൾക്ക് എന്തെങ്കിലും സിനിമയോടുള്ള ഇല്ല. മകന് ആഗ്രഹം ചില സമയത്തുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ നിരുത്സാഹപ്പെടുത്തി, വേണ്ട, ക്യാൻവാസിംഗ് ആണ് സിനിമ മെയിൻ. എന്താ പറഞ്ഞാൽ ഒന്നിക്ക് ഡയറക്ടർ എടുത്ത് പോകണം, അയാളെ കാണണം. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേവരെ എപ്പെങ്കിലും ഏതെങ്കിലും സുഹൃത്തുക്കളുടെ അടുത്ത് ചാൻസ് ചോദിച്ചു പോയതല്ലാതെ ഞാൻ ഇന്നേവരെ ഒരു ഡയറക്ടർ അടുത്ത് എനിക്കൊരു പടം തരണമെന്ന് ഫോണിലൂടെയോ ഒന്നും ഞാൻ വിളിച്ചു ചോദിച്ചില്ല. എന്താ, അതെൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. എനിക്ക് ചില സമയം തോന്നാറുണ്ട്. എന്താ പറഞ്ഞാൽ നമുക്കത് ചില സമയം എനിക്ക് പറ്റാറില്ല അത്. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊതിച്ചതിലധികം സിനിമകൾ ചെയ്യാൻ പറ്റി. ഏകദേശം 70ഓളം സിനിമ കൂടുതൽ ചെയ്തു. മലയാളം, തമിഴ്, കന്നഡ, തുളു, കൊങ്കണി ഈ ഒരു ക്യാരക്ടർ, ഈ ഒരു നിലപാട് കൊണ്ടായിരിക്കാം, അതെന്താണെന്ന് അറിയില്ല. എനിക്ക് എൻ്റെ സ്വഭാവം കൊണ്ടായിരിക്കാം. ചില സമയം ഒന്നിക്കലും സ്വഭാവമായിരിക്കും. വലിയ ഉപദ്രവമില്ല, അധികം സംസാരിക്കില്ല, പ്രശ്നമില്ല. അതുകൊണ്ട് ഈ ഇദ്ദേഹത്തിനെ സിനിമ ക്യാമറമാനായിട്ട് വിളിക്കാമെന്ന് അത് മാത്രമല്ല, ഇതിനിടയ്ക്ക് ഒരു പടത്തിൻ്റെ, അത് ചെറിയ ഒരു തമാശയായിട്ട് പറയാൻ കേട്ടോ. ഒരു പടത്തിൻ്റെ പൂജയിൽ അയാൾ എന്നെ വിളിച്ചു, ആ പ്രൊഡ്യൂസർ കം ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഈ പടത്തിൽ ഉത്പൽജീനെ വെക്കാനുള്ള കാരണം എന്താ പറഞ്ഞാൽ അതിന് മുമ്പേ വേറൊരു പടം ചെയ്തതിൽ കാശ് തന്നില്ലേ, വെക്കാനുള്ള കാരണം പ്രശ്നമില്ല. അപ്പോൾ ഞാൻ സ്റ്റേജിൽ ഇരിക്കുക, ഞാൻ അറിയാണ്ട് ചിരിച്ചു പോയി. എന്നെ തിരിഞ്ഞു നോക്കുക അയാൾ. സത്യം അതാണ്, ചിലതൊന്നും നമുക്ക് കാശേ കിട്ടാത്ത. ഒരു പടം ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ 7000 രൂപ തന്നിട്ട് ഒരു പടം ചെയ്തൊരു പടമുണ്ട്. ആ പടത്തിൻ്റെ പേര് പറയില്ല. അല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്താണ് താങ്കളുടെ പ്രതികരണം? എന്തായിരിക്കും അവരടുത്തുള്ള? എന്ത് പറയാൻ, നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞ് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പടത്തിൽ അവൻ വേണ്ട, കട്ട് ചെയ്യാന്നറിയും. അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. സാധാരണ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്താ പറഞ്ഞാൽ അടുത്ത പടം നമുക്ക് ഉണ്ടാവില്ല. പിന്നെ അതൊരു വലിയൊരു പബ്ലിസിറ്റി ആവും. അവസാനം നമുക്ക് മൊത്തത്തിൽ പടം പോവും. എന്തുകൊണ്ടോ ഇതുവരെ മര്യാദയ്ക്ക് പടം ചെയ്ത് ഇതുവരെ എത്തി. 1992 അല്ലേ ഫസ്റ്റ് സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഡെബ്യൂട്ട് ചെയ്ത സാമുണ്ടി. പക്ഷേ അതിന് മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ട്. 94 അല്ലെങ്കിൽ 94 വിജയകാന്തുമായിട്ട് കൊളാബറേഷൻ വന്നേക്കുന്നത്. അതെ അതെ. ഞാൻ റെഫർ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കേട്ടത് അല്ലെങ്കിൽ ഞാൻ കണ്ടത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് വിജയകാന്തിൻ്റെ. അതായത് ക്യാമറമാനെ ഉറങ്ങാൻ അനുവദിക്കൂ, അന്നത്തെ ചെലവ് ഞാൻ വഹിച്ചോളാം എന്ന് പറഞ്ഞു. അതെന്തായിരുന്നു ആ ഒരു ഇൻസിഡന്റ് എന്ന് പറയാമോ? അത് ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്ര. അന്ന് ചുരുങ്ങിയത് ഒരു 4.5 കോടിൻ്റെ പടം. 4.5 കോടി പറഞ്ഞാൽ അന്ന് തമിഴിൽ അന്നെല്ലാം 4.5 കോടി. 4.5 കോടി അന്നത്തെ സമയത്ത് വലിയ ബഡ്ജറ്റാണ്. ചുരുങ്ങിയത് ഒരു 2 ജനറേറ്ററെല്ലാം ഓടും. 60 കിലോ വാട്ടിൻ്റെ 2 ജനറേറ്റർ, ഒരു സ്റ്റുഡിയോ സെറ്റപ്പാണ്. ആദ്യം തന്നെ സ്റ്റുഡിയോ സെറ്റപ്പ് പറഞ്ഞാൽ ഫുള്ള് ഫ്ലോറാ.
ഫ്ലോറിൽ ലൈറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അത് ആ ചൂട്. ഇന്നത്തെ മാതിരി AC ഒന്നുമില്ല, അന്ന് ഫുള്ള് ചൂടാണ്. ആ ചൂടിൽ നിന്ന് വർക്ക് ചെയ്ത് ഒരു 6 മണിയാകുമ്പോഴേക്കെല്ലാം എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തിയാൽ മതി. പക്ഷേ വിടൂല. അന്ന് എത്ര കണ്ട് പോകാൻ പറ്റുന്നുണ്ടോ അത്ര കണ്ട് എടുക്കും. എടുത്ത് അവസാനം സോങ് വന്നു. സോങ് പകല് സോങ്, അപ്പോൾ ഡയറക്ടർക്ക് റെസ്റ്റ്. മനസ്സിലായി. ഡയറക്ടർ ഒന്നും വേണ്ട. രാത്രി ഫൈറ്റ്. ഇതെല്ലാം ഈ കിട്ടുന്ന സമയത്ത് ഇതിൽ ആർട്ടിസ്റ്റിന് റെസ്റ്റ് എടുക്കാം, ഡയറക്ടർക്ക് റെസ്റ്റ് എടുക്കാം, ബാക്കി എല്ലാവർക്കും ഏകദേശം ആൾക്കാർക്കെല്ലാം റെസ്റ്റ് എടുക്കാം. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാം റെസ്റ്റാണ്. ക്യാമറമാൻ മാത്രം ക്യാമറേൻ്റെ ബാക്കിൽ അങ്ങനെ നിൽക്കണം. ഇതാണ് ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. സത്യമാണത്. ഇന്ന് എനിക്കൊന്നും അത്ര വലിയ പ്രശ്നമായി എനിക്ക് തോന്നാറില്ല. പക്ഷെ അന്ന് ഫിലിമല്ലേ, ഒരു അടി ഫിലിം പോയി കഴിഞ്ഞാൽ എത്ര നഷ്ടം വരും. ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ഉറങ്ങിപ്പോയാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. പിന്നെ അത് അടുത്ത പടം പറയുമ്പോൾ അയാൾ ഉറങ്ങുന്ന ആളാണ് ക്യാമറയും വെച്ച് പറഞ്ഞ് നമ്മളെ കാര്യം പോക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു സംഭവമാണ് ഫോട്ടോഗ്രാഫി. ഇന്നത്തെ കാലത്തൊന്നും അത്ര ശ്രദ്ധയൊന്നും വേണ്ട. ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു ശ്രദ്ധയും വേണ്ട ഇന്നത്തെ കാലത്ത്. ഞാൻ ഓപ്പണായിട്ട് പറയാം. ആ ദിവസം ഈ 3 ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് 4ാമത്തെ ദിവസം ഒരു കടൽക്കരയിൽ ഷൂട്ടിങ്ങാണ്. ഷൂട്ടിങ് പറഞ്ഞാൽ ആ ഷൂട്ടിങ്ങിൽ രാജൻ പി ദേവ് വില്ലനായിട്ട് വരുന്ന ഒരു സംഭവം. ഈ കടലിൻ്റെ കാറ്റടിച്ചിട്ട് എനിക്ക് ക്യാമറേൻ്റെ ബാക്കിൽ രാത്രിയാണ്, ക്യാമറേൻ്റെ ബാക്കിൽ ക്യാമറ പിടിച്ച് നിൽക്കുന്ന സമയത്ത് IPC കണ്ണിന്ന് ഇങ്ങനെ ഇളയിട്ട് വരും. പെട്ടെന്ന് നമ്മളെ കണ്ണിന്ന് ക്യാമറ എല്ലാം വിട്ടുപോകും. ഈ കാലിൻ്റെ ജോയിന്റ് പെട്ടെന്ന് അവിടെ ലൂസാവും. ഉറക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ ആവും. ഇത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു രാജൻ പി ദേവ്. രാജൻ പി ദേവ് വന്ന് എൻ്റെ അടുത്ത് വന്ന് പറയും, മലയാളിയല്ലേ, സ്നേഹം ഉണ്ടാവുമല്ലോ, എൻ്റെ അടുത്ത് സോഡ കൊണ്ട് തന്നിട്ട് പറയും മുഖം കഴുകിക്കോ എന്നാൽ ഉറങ്ങാതെ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു 3 ദിവസം 4 ദിവസം രാവിലെ വീട്ടിൽ പോകും, കുളിക്കും, വരും. വീടല്ല, റൂമിൽ. എന്താ പറഞ്ഞാൽ അന്ന് നമ്മൾ ബാച്ചലറാണ്. അവിടെ പോയി കുളിക്കും, ഇമ്മീഡിയറ്റ് വരും. വന്ന് ഇവിടെ ഇരുന്ന് ആ ഗ്യാപ്പിൽ കിട്ടുന്ന സമയത്ത് ചെറുങ്ങനെ ഒന്ന് ഉറങ്ങും. ചെറിയൊരു ഉറക്കേ കിട്ടുള്ളൂ. ഇങ്ങനെ കണ്ടിന്യൂസ് 6 ദിവസങ്ങളാണ്. 6 ദിവസം കഴിയുമ്പോൾ രാവിലെ വന്ന് ലൈറ്റപ്പ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് സെറ്റിൽ. അത് ചെയ്യണമെങ്കിൽ ഒരു ദിവസം ലൈറ്റപ്പ് തന്നെ വേണം ഈ സെറ്റിൻ്റെ അകത്ത്. അതിൻ്റെ ഉള്ളിൽ ഒരു ഡൺ സെറ്റാണ്. ഡൺ സെറ്റ് മീൻസ് നല്ല വലിയൊരു ഗുഹയാണ്. ആ ഗുഹേൻ്റെ ഉള്ളിൽ ഈ വിജയകാന്ത് ഇങ്ങനെ നടന്നു വരുന്നതാണ്. അതൊരു തഞ്ചാവൂർ ചോഴരാജാവിൻ്റെ ഒരു വലിയൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ ഒരു ഗുഹയായിട്ടാണ്, അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ വരുന്നതാണ് കാണിക്കുന്നത്. അത് സെറ്റിൻ്റെ അകത്ത് ഈ വലിയ പോണ്ട് മീൻസ് തടാകം, ചെറിയ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിറയെ വെള്ളം നിറച്ച് അതിൻ്റെ ഉള്ളിൽ ഈ കുറേ എലികൾ, അതിനകത്ത് പാമ്പുകളുടെ അത് പറയാൻ വേണ്ടി ഞാൻ ഇതാക്കി. ഈ അതിൻ്റെ ഉള്ളിലേ കൂടി വരുന്ന സമയത്ത് ഇങ്ങനെ വന്ന് പുറത്തേക്ക് എത്തുന്ന സമയത്ത് കുറേ പാമ്പുകൾ, ഒരു 200 പാമ്പുകൾ. 200 പടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു 500 പാമ്പുണ്ടാവും. ബാക്കി ഒരു 300 പാമ്പുകളെല്ലാം ഈ പടവലങ്ങയ്ക്ക് പെയിന്റ് അടിച്ച് ഡിസ്റ്റൻസിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ആ ഔട്ട് ബോക്സിലൊന്നും കാണൂല, അത് അറിയില്ല. ഈ അത് പറയാൻ വരാം. അതിനു മുമ്പേ ഞാൻ വിജയ് സാറിൻ്റെ കഥയിലേക്ക് വരാം. അപ്പോൾ ഷൂട്ടിങ് ഇവിടെ രാവിലെ നടക്കാൻ പോവുക. അപ്പോൾ ഫുഡ് കൊണ്ടുവന്നു. അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യേണ്ട ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് കുറേ ഉണ്ട്, അവർക്ക് ഫുഡ്, ബാക്കി സെറ്റ് എല്ലാം ഫ്ലോർ എല്ലാം റെഡി. അപ്പോൾ വിജയകാന്ത് സാറ് വന്ന് ഞാനിങ്ങനെ ഇരിക്കുക, വേറെ ആരും ഇല്ല, പ്രൊഡ്യൂസറൊന്നും ഇല്ല. വന്ന് എന്നെ കണ്ടു. അപ്പോൾ അയാൾക്ക് ഏകദേശം കാര്യം പിടിയിട്ട് ഇയാൾ ഉറങ്ങിയില്ല, ക്യാമറമാൻ. അപ്പോൾ പറഞ്ഞു പ്രൊഡ്യൂസറോടെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പ്രൊഡ്യൂസർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ വന്നിട്ടാകുമ്പോൾ പ്രൊഡ്യൂസറോട് പറഞ്ഞു, എന്നോട് ചോദിച്ചു ക്യാമറ എത്ര ദിവസമായി പറയും. ഞാൻ പറഞ്ഞു ഒരു 6 ദിവസമായി സാറേ. നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല, ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് പറയാൻ പറ്റില്ല, സാറേ ഇന്ന് ഷൂട്ടിങ് നിർത്തണം, എനിക്ക് പറയാൻ പറ്റില്ല, ഇത് അത് നഷ്ടമാണ്. ചുരുങ്ങിയത് ഒരു 2-2.5 ലക്ഷം റുപ്യ ആയിരിക്കും. നമുക്ക് തന്നെ അന്ന് ശമ്പളം അത്രയൊന്നുമില്ല. നമ്മൾ 2ാമത്തെ പടാ, അതേ കമ്പനീൻ്റെ പടാണ് ചെയ്യുന്നത്, രാജകാളിയമ്മ ഫിലിംസ്. അവർ തന്നത് അത് അവരോട് അതേ കമ്പനി തന്നെ, ചാമുണ്ടീൻ്റെ. അതെ. അപ്പോൾ പ്രൊഡ്യൂസറോട് പറഞ്ഞു, ക്യാമറമാൻ ഉറങ്ങാതെ ഇനി ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ല, അയാൾ മനുഷ്യനല്ലേ, ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഇയാൾ പറഞ്ഞു,
ഈ ഷൂട്ടിങ്ങിന് വരുന്ന ചിലവ് എത്ര വരുന്നുണ്ടെന്ന് അത് എൻ്റെ അക്കൗണ്ടിൽ എഴുതിക്കോളും. ഓ ആരെങ്കിലും പറയൂ, മലയാളത്തിൽ ആരെങ്കിലും പറയൂ? മലയാളത്തിൽ ഒരു ആർട്ടിസ്റ്റും പറയില്ല, അത് ഉറപ്പുണ്ട്. അത് ഞാൻ ഓപ്പണായിട്ട് പറയാം. മലയാളത്തിൽ ആർട്ടിസ്റ്റ് സാറേ പോകുന്നുണ്ടോ പോട്ടെ, എനിക്ക് അടുത്ത പടം പോകണം, എന്നാൽ ഇന്നേക്ക് തീരുന്നത്ര തീരട്ടെ. പക്ഷെ ആ മനുഷ്യൻ ചെയ്തു. അത് സത്യത്തിൽ എനിക്ക് ഇപ്പോഴും വിചാരിക്കാൻ പറ്റാത്ത എന്താ പറഞ്ഞാൽ അത്രയും നല്ലൊരു മനുഷ്യ സ്നേഹി. ഇപ്പൊ ഈ ഒരു സിനിമ, ഇപ്പൊ വിജയൻ സാറിന്റെ ഈ ഒരു സിനിമയുടെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇത്രയും ദിവസം ഉറങ്ങാതിരുന്നു, ഇത്രയും പാമ്പുകളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്തു, കഷ്ടപ്പെട്ട് അത്രയും സ്ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്തു. ഈ ഒരു എക്സ്പീരിയൻസ് പിന്നീട് വന്ന സിനിമകളിലേക്ക് ഒരു എന്താ അനുഭവ സമ്പത്തായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്? തീർച്ചയായിട്ടും. പാമ്പുകളുടെ കാര്യം ഞാൻ പറഞ്ഞില്ല വീണ്ടും. അപ്പോൾ ഈ സെറ്റിലേക്ക് പിറ്റേ ദിവസത്തെ ഷൂട്ടിങ്ങാണ്. ഞാൻ പോയി അന്ന് റെസ്റ്റ് എടുത്തു. പിറ്റേ ദിവസം ഷൂട്ടിങ്ങിന് എല്ലാവരും വന്നു, ആർട്ടിസ്റ്റെല്ലാം വന്നു. നോക്കുമ്പോൾ ഒരു 2-3 ചാക്ക് അങ്ങോട്ട് വരിക. ഇങ്ങനെ വലിയ ഒരു ചാക്ക് നിറയെ സാധനങ്ങൾ. നോക്കുമ്പോൾ എന്താണ് പറഞ്ഞാൽ ഫുള്ള് പാമ്പാ. ഒരു 200 പാമ്പ്, ജീവനുള്ള പാമ്പാ. അപ്പോൾ ഇതിനെ കൊണ്ടുവന്ന് അന്ന് ഈ ബാറ്ററി ബോക്സ് ഇട്ട് ക്യാമറാമാന് അനങ്ങാൻ പറ്റൂല. പാമ്പ് വന്ന് കാലിൻ്റെ അടിയിൽ വന്ന് തൊട്ടാൽ കൂടെ നമുക്ക് അനങ്ങാൻ പറ്റൂല. ക്യാമറാമാനൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ ഫിലിം പോവും, ഇത് ഓടിക്കൊണ്ടിരിക്കുക. ഇത് തുറന്നു വിട്ടാൽ പാമ്പ് ഓടാൻ തുടങ്ങും. മൊത്തം എല്ലാം ചെന്നിച്ചെതറി ഓരോ ദിക്കിലും. സെറ്റിൻ്റെ അകത്ത് ഫുള്ള് പാമ്പാ. ഞാൻ ഈ ബാറ്ററി വെച്ചിട്ട്, ബാറ്ററി എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ചുരുങ്ങിയത് ഒരു ജസ്റ്റ് ഒരു 1/2 അടി ഹൈറ്റ് ഉള്ള ഒരു ബോക്സാണ്. ആ ബോക്സിന്റെ മേലെ കയറി നിന്ന് ഷോട്ട് എടുക്കുമ്പോൾ ഒരു പാമ്പ് കാലിൻ്റെ അടിയിലെ കൂടി നുഴഞ്ഞു പോവുക. ഇതെല്ലാം കൂടി മൊത്തത്തിൽ ക്യാമറ വിട്ടിട്ട് പോകാനും പറ്റൂല. അത് വല്ലാത്തൊരനുഭവമാണ്. അത് ഒരു തണുപ്പ്. ഒരു പാമ്പ് വെറുതെ പോയാൽ തന്നെ ആൾക്കാർക്ക് ശരിക്കും പേടിയാണ്. അത് 200 പാമ്പിന്റെ ഷൂട്ട് ചെയ്യാൻ. ഈ അനുഭവങ്ങൾ ഇതൊന്നുമല്ല, ഇതിൽ പല അനുഭവങ്ങളും. സെറ്റിൽ വർക്ക് ചെയ്ത് ശീലിച്ച ആളാണ് ഞാൻ. സെറ്റിൽ മിച്ചൽ ക്യാമറ, 2C ക്യാമറയിൽ മുതൽ ഞാൻ വർക്ക് ചെയ്ത് വന്നതാണ്. അതുകൊണ്ട് നമുക്ക് എവിടെ ലൈറ്റപ്പ് ചെയ്യാനും നമുക്കൊരു പ്രശ്നമില്ല. എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽ എങ്ങനെ ഷെയ്ഡ് വരാതെ വർക്ക് ചെയ്യണം. അത് തന്നെ സെറ്റിൽ ഈ ലൈറ്റിനെ കട്ട് ചെയ്തിട്ട് നിറയെ ചെയ്യേണ്ടി വരും. എന്താ പറഞ്ഞാൽ ചിലത് ലൈറ്റ് ഓവർ ബ്ലീച്ചായി പോകുന്നു ഫിലിം ആയതുകൊണ്ട്. ഇന്നല്ലോ അതൊന്നും ഒരു പ്രശ്നമില്ല, DAയിൽ ചെയ്യുക. അപ്പോൾ ഒരാൾ എത്തി നോക്കിയാലും പടത്തിൽ അത് സാരമില്ല, അത് നമുക്ക് DAയിൽ മാറ്റാം. ഇന്നൊന്നുമല്ല, ഇന്ന് ഫോട്ടോഗ്രാഫിയെ അല്ല എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് ഫോട്ടോഗ്രാഫി അല്ല എന്നല്ല, വർക്കേ അല്ല. ഇപ്പോൾ മൊബൈലിലെടുത്താലും ഈസി ആയി എന്നാണോ? ഈസിയാ, ഒന്നുമല്ല. അന്നെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തി കിടന്നാലും ഉറക്കം വരില്ല. ഈശ്വര, അതെന്തായിരിക്കും? അത് ഡെവലപ്പ് ചെയ്യണം. 3 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള എന്തെങ്കിലും ലാബിൽ നിന്ന് വിളിച്ചു പറയും, സാറേ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഈ ജീവിതമാണ്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ കട്ട്. 92 ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമാറ്റോഗ്രാഫി ചെയ്തു. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വർക്ക് അന്യഭാഷയോ അല്ലെങ്കിൽ മറ്റുള്ള ക്യാമറ പുറത്തുനിന്നുള്ള ഫോറിൻ കൺട്രീസിലുള്ള ആരെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. ഇംഗ്ലീഷ് പടങ്ങളൊക്കെ കാണാറുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് ശരി വരില്ല. നമ്മൾ നേരത്തെ കണക്കൂട്ടിയതാണ്. പിന്നെ എന്നെ അതിശയിപ്പിച്ച ഒരു പടവും ഉണ്ടായിരുന്നു, ഗോസ്റ്റ് എന്ന് പറയുന്നത്. ഗോസ്റ്റ് കാണേണ്ടത്. അത് മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. അത് പടത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. സാലു സാറായിരുന്നു ക്യാമറ, ജയറാം, അതായത് പടം ഓർമ്മയില്ല. ഗോസ്റ്റ്. ആ ഗോസ്റ്റിൽ അന്ന് നമ്മൾക്ക് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ അന്ന് മാസ്ക് ചെയ്യണം. മാസ്ക് മീൻസ് ഒരു ഡബിൾ ആക്ഷൻ മാസ്ക് ചെയ്യണം. അതിൽ എൻ്റെ ഗുരു ഭയങ്കര KB ദയാൾ എന്ന് പറയുന്നത്. അയാൾ മാസ്കിൽ ഭയങ്കര മന്നനാണ്. എന്താ പറയുക, ഏകദേശം ലിസ എന്ന് എഴുതുന്നതല്ല ഇയാൾ. ആക്ച്വലി നവാസ് സാറായിരുന്നു ക്യാമറാമാൻ. നവാസ് അല്ല, നിവാസ് ക്യാമറാമാൻ. ഇതിൽ ഇദ്ദേഹം ക്യാമറ അസിസ്റ്റൻ്റാണ്. ക്യാമറ അസിസ്റ്റൻ്റ് മീൻസ് ക്യാമറക്ക് ഫോക്കസ് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളും. അപ്പോൾ ഇവർക്ക് നല്ല ഇതുണ്ടാവും, അറിവ്. പല ക്യാമറമാന്മാരും കൂടി പോയി. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ മാസ്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ലിസ എന്ന പടത്തിൽ ഈ മാസ്ക് ചെയ്യൽ ഭയങ്കരമായിട്ട് ഈ ദയാനന്ദ് സാറായിരുന്നു ചെയ്തത്, ഡയറക്ടർ ബേബീൻ്റെ പടം.
അപ്പോൾ എനിക്ക് ഇതിൽ വന്നുകൊണ്ട് ഈ ഗോസ്റ്റ് പടത്തിൽ ഒരു ഗോസ്റ്റ് വരുന്ന ഒരു ഷോട്ടുണ്ട്. ഈ ഓടുന്ന ട്രെയിനിന് ഉള്ളിലെ കൂടെ തുളച്ചിങ്ങനെ വരും. അതേമാതിരി ഡോറിൻ്റെ ഉള്ളിലേ കൂടി വരും. അത് മാസ്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് ഒരിക്കലും പിടികിട്ടുന്നില്ല. കുറേ ആളോട് ചോദിച്ചു, എൻ്റെ ഗുരുവിനോട് ചോദിച്ചു അതെങ്ങനെയായിരിക്കും. അത് അങ്ങനെ മാസ്ക് ചെയ്യാൻ പറ്റുമല്ലോ. എന്താ പറഞ്ഞാൽ ഇത് ഈ ഡോറ് ഗ്യാപ്പിലെ അല്ല, സെൻറ്ററിലെ നടുവിൽ ഇങ്ങനെ പുളന്ന് അങ്ങനെ വരിക ഗോസ്റ്റ് അകത്ത്. അത് എനിക്ക് ആലോചിച്ചിട്ട് എത്ര കണ്ട് പിടികിട്ടുന്നില്ല. അവസാനം ഞാൻ 2-3 പ്രാവശ്യം മറ്റേ ആ പടം ഞാൻ കണ്ടു, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ. അവസാനം ഞാൻ കണ്ടത് എന്താ പറഞ്ഞാൽ അന്ന് ഇത് ഏകദേശം ഒരു 80s മറ്റായിരിക്കാൻ തോന്നുന്നുണ്ട് ആ പടം വന്നത്. അപ്പോൾ നമുക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ DI ഒന്നും നമ്മൾ ചിന്തിക്കാനേ പറ്റുന്ന ഒരു സംഭവമല്ല, ഇന്നത്തെ പോലെ അല്ലല്ലോ. അന്ന് സാധാരണ ഫിലിമിൽ തന്നെ ആയിരിക്കും അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ നോക്കുന്ന സമയത്ത് അതിലൊരു സീനുണ്ട്, ഒരു ബാങ്ക് സീനിൽ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ഈ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, ബാക്കിൽ തള്ളിയിട്ടുള്ള കമ്പ്യൂട്ടർ, ആ കമ്പ്യൂട്ടറാണ് കാണുന്നത് മൊത്തം ഇതാണ്. അപ്പം ഞാൻ കണക്കൂട്ടി ഇതിൽ ചെയ്തായിരിക്കും. പക്ഷേ ആക്ച്വലി അന്ന് അവർ എന്തോ ഫിലിമിൽ ചെയ്ത് അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും, ഡിജിറ്റൽ ചെയ്തിട്ടുണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഞാൻ ചെയ്ത ഒരു പടമാണ് മമ്മൂക്കേൻ്റെ പടം പട്ടണത്തിൽ ഭൂതം. അത് സൂപ്പർ 35 അതിൽ മമ്മൂക്കേൻ്റെ റോള് ഡബിള് ഇതാണ്, ഒന്ന് ഭൂതമുണ്ട്, പട്ടണത്തിൽ ഭൂതത്തിൽ ഭൂതം, അപ്പോൾ അങ്ങനെ അല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഡിജിറ്റൽ വരുന്ന സമയമാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ ഷൂട്ട് ചെയ്ത് അതങ്ങനെ തന്നെ കൺവേർട്ട് ചെയ്തു ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിനെ നമ്മൾ അപ്പോൾ ഈസിയാണ് നമുക്ക് ഗ്രാഫിക്സ് ചെയ്യാൻ, CG ചെയ്യാനുള്ള നല്ല ഈസിയാണ്. അപ്പോൾ ഇത് തന്നെ ഞാൻ ആദ്യം ഞാൻ അത് ഗ്രേഡ് ചെയ്യുന്നത് തന്നെ DI ചെയ്യുന്നത് തന്നെ ബോംബെയിൽ ഇന്നെല്ലാം സാധാരണ 3 ദിവസം 4 ദിവസം മതി. അന്ന് 1.5 മാസം എടുത്തു അത് DI ചെയ്യാൻ. ഇതിന്റെ ബാക്കിൽ കുറെ ഇത്രയും പണി അന്ന് വന്നിരുന്നു. ഇന്ന് ഈസി ഡയറക്റ്റ് എന്ത് വേണമെങ്കിൽ നിങ്ങൾ ഒരാൾ നടന്നു പോയാൽ അയാളെ വായിച്ചെടുക്കാം, ഒരു പ്രശ്നം. ഈ കുറച്ച് ഇപ്പൊ പറഞ്ഞ് നമ്മൾ സംസാരിച്ചതിന്റെ കൂട്ടത്തിൽ പലപ്പോഴും പറയുന്ന ഒരു പോയിന്റ് ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, അന്ന് അത്ര സ്ട്രെയിൻ ഉണ്ട്, ഇന്ന് ഈസി ആയി വർക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു വ്യത്യാസം, ക്യാമറയിലുള്ള ടെക്നിക്കലായിട്ടുള്ളത് ഒക്കെ ആ വ്യത്യാസം പെട്ടെന്ന് നമുക്ക് അംഗീകരിക്കാനായിട്ട് അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഈസി ആയിരുന്നു? ഈസി അല്ല. എന്തുകൊണ്ട് പറഞ്ഞാൽ അന്ന് ഫിലിമിൽ വർക്ക് ചെയ്ത് വന്നതിൽ എല്ലാത്തിലും ഒരു ഭയമുണ്ട്, പേടി വേണം. ഫസ്റ്റ് പേടി വേണം, എന്തെങ്കിലും ഒന്നൊരു ഭയം വേണം. ഒന്നിക്കൽ അച്ഛനെ പേടി വേണം, അല്ലെങ്കിൽ ദൈവത്തിന് പേടി വേണം. ഇതൊന്നും ഇന്നില്ല. നമുക്ക് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ തന്നെ പേടിയാ. എൻ്റെ ഫസ്റ്റ് പടം ഞാൻ ചെയ്യുന്ന സമയത്തല്ലേ എനിക്ക് ഫീവറായിരുന്നു, പേടിച്ചിട്ട്. എന്താ പറയുക, ഞാൻ ചുരുങ്ങിയത് 10 കൊല്ലം ക്യാമറ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ട് വന്ന എനിക്ക് പേടിയാ.